ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല അടിപൊളി പഴുത്ത മാങ്ങയുടെ കൂട്ടാനാട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ പഴുത്ത മാങ്ങയും കൂടി കേട്ടോ അതിനാവശ്യം. അപ്പോൾ അതാ അമ്മ അവിടെ ഒരു പകുതി വെള്ളരി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാ തോലൊക്കെ കളഞ്ഞിട്ട് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മളതിന് വേണ്ടത് പഴുത്ത മാങ്ങ കേട്ടോ, നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കണേ. എന്നിട്ട് നമ്മൾ കറി ഉണ്ടാക്കണത് മൺചട്ടിയിലാണ് കേട്ടോ. എന്നിട്ട് മൺചട്ടിയിലേക്ക് ഇതാ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ നല്ല പഴുത്ത മാങ്ങ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുക. അതല്ല ഇനി മധുരം കുറവാണെങ്കിൽ നമുക്ക് ശർക്കരയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ മാങ്ങയുടെ തോലിതാ ഇതുപോലെ ഇങ്ങനെ ചീന്തി എടുക്കണം. അങ്ങനത്തെ ടൈപ്പ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് മാങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ. അങ്ങനെ ഇതാ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കറി വയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ അടുപ്പത്താണ് നമ്മൾ കറി ഉണ്ടാക്കണത് കേട്ടോ. അടുപ്പത്ത് ഉണ്ടാക്കുമ്പോഴാണ്, ഇതുപോലെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് വെള്ളം വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി 1 സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പുറത്ത് അടുപ്പ് വെച്ച് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ചോറും കറിയൊക്കെ അടുപ്പത്ത് തന്നെ വെക്കുക. അറിയാലോ, ഗ്യാസിൻ്റെ ക്ഷാമമൊക്കെ കാരണം ഒക്കെ നമ്മൾ കൂടുതലും അടുപ്പത്ത് തന്നെയാണ് കേട്ടോ വെക്കാം. അപ്പോൾ അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് തരണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് സെറ്റാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ജീരകവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിൽ മോര് ചേർക്കണില്ല കേട്ടോ. മോര് ചേർക്കാണ്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മാങ്ങ കൂട്ടാനെന്ന് പറഞ്ഞത്. മറ്റേത് നമ്മൾ മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെയാണ് പറയുക. ഇനി നന്നായിട്ട് നമ്മൾ കഷ്ണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മധുരമുള്ള മാങ്ങയായ കാരണം തന്നെ ഒരച്ച് ശർക്കരയെ ചേർത്ത് കൊടുക്കണുള്ളൂ. അഥവാ മധുരമില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മുടെ അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വറവിടാം കേട്ടോ. അതിന് മുന്നേയിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പില തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിൽ കടുക്, അതുപോലെ തന്നെ വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയിൽ വറവിടാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ കറി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. മധുരമായിരിക്കും കേട്ടോ ഉണ്ടാവുക. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഈ കറി എന്തായാലും ഇഷ്ടപ്പെടും. ഇതിലേക്ക് നല്ല ഉണക്കൽ വറുത്തത്, മാന്തളോ മത്തിയോ എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.